നമസ്കാരം. ഡച്ച് ആഡംബര കപ്പലിൽ ഹന്ത വൈറസ് പടർന്നു പിടിക്കുന്നുവെന്ന് WHO. ഇതിനോടകം തന്നെ 3 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. എന്താണ് ഹന്ത വൈറസ്? ഇത് എങ്ങനെയാണ് പടർന്നു പിടിക്കുന്നത്? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാം? ഇതിന് എന്തെങ്കിലും വാക്സിനുകൾ അവൈലബിൾ ആണോ? ഇതൊക്കെ തന്നെ നമുക്ക് ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാം. ഹന്ത വൈറസ് എന്ന് പറയുന്നത് ഒരു കൂട്ടം വൈറസുകളുടെ ഒരു കൂട്ടമാണ്. ഇത് പ്രധാനമായും എലികളെ പോലെയുള്ള അല്ലെങ്കിൽ എലികളിൽ നിന്നാണ് മനുഷ്യരിലേക്ക് പകരാൻ സാധ്യത കൂടുതൽ. എലികളെ തന്നെ ഈ വൈറസ് ബാധിക്കുമ്പോഴാണ് ഈ എലികളിൽ നിന്ന് നമുക്ക് വരാനുള്ള സാധ്യതയും ഉണ്ടാകുന്നത്. ഇതിനെ 2ആയി തരംതിരിക്കാം. അതായത് 2 രോഗാവസ്ഥയാണ് ഹന്ത വൈറസ് പ്രധാനമായും ഉണ്ടാക്കുന്നത്: HPS-ഉം HFRS-ഉം. HPS എന്ന് പറയുന്നത് പൾമണറി സിൻഡ്രമാണ് ഹന്ത വൈറസ് മൂലം ഉണ്ടാകുന്നത്. അതായത് നമ്മുടെ ശ്വാസകോശത്തെയായിരിക്കും ഇത് ഗുരുതരമായി ബാധിക്കുന്നത്. HFRS എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയാണ്. കിഡ്നിയെ ബാധിച്ച് അതിൻ്റെ പ്രവർത്തനം തന്നെ നിലയ്ക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും ഈ ഒരു രോഗാവസ്ഥ. ഇത് എങ്ങനെയാണ് പകരുന്നതെന്ന് നോക്കാം. ഇത് സാധാരണ കൊറോണയൊക്കെ പോലെ വായുവിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. പക്ഷേ പകരാൻ സാധ്യതയുള്ള രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. വായുവിലൂടെ തന്നെ, അതായത് അടച്ചിട്ട റൂം വൃത്തിയാക്കുമ്പോൾ, കുറേ നാളായി വൃത്തിയാക്കാതെ കിടക്കുന്ന പറമ്പൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എലികളുടെ വിസർജ്യങ്ങൾ, അതായത് യൂറിനാകാം, എന്തുമാകാം, അത് ഉണങ്ങി പൊടിയുമായി മിക്സായി അത് ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു വൈറസ് ഉള്ളിൽ കിടക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, ഇത് നേരിട്ടുള്ള സമ്പർക്കമാണ്. ഇവയുടെ വിസർജ്യങ്ങളുമായി നമ്മൾ കണക്റ്റ് ആയി കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അതേ കൈ ഉപയോഗിച്ച് നമ്മൾ കയ്യോ വായോ അല്ലെങ്കിൽ കണ്ണൊക്കെ തൊടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് ഭയങ്കര റയറായിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു വൈറസ് ബാധിച്ച എലിയുടെ കടിയേൽക്കുകയാണെങ്കിലും ഈ ഒരു അസുഖം നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അസുഖം ബാധിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം എന്ന് നോക്കാം. 1 മുതൽ 8 ആഴ്ച വരെ. അതായത് ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്ന് ആദ്യത്തെ ലക്ഷണം പ്രകടമാക്കാൻ ഇത്രയധികം ദിവസങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ആദ്യത്തെ ലക്ഷണം എന്ന് പറയുന്നത് കടുത്ത പനിയും വിറയലുമാണ്. അതിനുശേഷം അതിശക്തമായ ശരീരവേദന, പ്രധാനമായും ഇടുപ്പ്, നടു, തുട ഭാഗങ്ങളിലായിരിക്കും നമുക്ക് ശക്തമായ വേദന അനുഭവപ്പെടുന്നത്. അതിനുശേഷം നല്ല തലകറക്കവും അതിശക്തമായ തലവേദനയും നമുക്ക് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഈ ഒരു വൈറസ് മൂലം 2 രോഗാവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഒന്ന് ശ്വാസകോശത്തെ ബാധിക്കും, ഒന്ന് നമ്മുടെ കിഡ്നിയെയും. ശ്വാസകോശത്തെയാണ് നിങ്ങളുടേത് ബാധിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായ ശ്വാസതടസ്സം ഫീൽ ചെയ്യും, പിന്നെ അതിശക്തമായ ചുമയുണ്ടാകും. ഇനി അഥവാ കിഡ്നിക്കാണ് ഇത് ബാധിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് യൂറിൻ പോകുന്നതിൽ തടസ്സം നേരിടും, നമ്മുടെ രക്തസമ്മർദ്ദത്തിൽ വ്യതിയാനമുണ്ടാകും, അതിശക്തമായ വേദനയൊക്കെ ഉണ്ടാകും. ഇതായിരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലക്ഷണം എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കിഡ്നിയെ അല്ലെങ്കിൽ ശ്വാസകോശത്തെ ബാധിച്ചു എന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഞാൻ ഈ പറഞ്ഞവ. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വിദഗ്ധ സഹായം തേടുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. ഇതിന് വാക്സിനോ അല്ലെങ്കിൽ ആൻറ്റിവൈറൽ ഡ്രഗുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതുവരെ ഈ ഒരു രോഗത്തിന് വാക്സിനോ ആൻറ്റിവൈറൽ ഡ്രഗുകളോ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ ആകെ നമുക്ക് കഴിയുന്നതെന്ന് പറയുന്നത് പ്രതിരോധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു രോഗം വരാതെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യം മാത്രമാണ്. അതായത് ഈ പറഞ്ഞതുപോലെ അടച്ചിട്ട മുറികളോ വൃത്തിയാക്കാതെ കുറേ നാളായി കിടക്കുന്ന പറമ്പുകളോ ഒക്കെ വൃത്തിയാക്കുന്ന സമയത്ത് ഗ്ലൗസുകൾ, മാസ്കുകൾ ഒക്കെ ഉപയോഗിക്കുക. പിന്നെ എലികൾ വരാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ വീടും പരിസരവും മാറ്റുക, അല്ലെങ്കിൽ ഏതിപ്പം ജോലിസ്ഥലമാണെങ്കിൽ കൂടിയും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ നമുക്കിതൊക്കെ പ്രതിരോധിക്കാൻ മാത്രമേ സാധിക്കൂ. അപ്പോൾ കൂടുതൽ ഈ പറയുന്നത് പോലെ ഈ ഒരു രോഗം കൊറോണ പോലെ പടരുമോ എന്നാണ് ഏവർക്കും ആദ്യം ഉണ്ടായിരുന്ന ഒരു ആശങ്ക. അങ്ങനെ ഭയക്കേണ്ടതില്ല. വൃത്തിയായിട്ട് നമ്മുടെ പരിസരം സൂക്ഷിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അസുഖം പ്രതിരോധിക്കാൻ സാധിക്കും.